സാർ ഞങ്ങൾ ഈ സഭാ നടപടികളിൽ സഹകരിക്കും എന്നൊരിക്കൽ കൂടി അറിയിക്കും. സാർ ഇതിനകത്തൊരു ചട്ടം 63 ഉണ്ട് സാർ. ചട്ടം 63 അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ചട്ടം 63 എന്ന് പറഞ്ഞാൽ സാർ മന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം സാർ ഈ പ്രതിപക്ഷം ഈ വെല്ലിലിരുന്നും അവിടെ ഇരുന്നും ആവശ്യപ്പെടുന്നതും അങ്ങിപ്പോ വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടതും മന്ത്രി രാജിവെക്കണം, മന്ത്രിസഭയ്ക്കകത്തുള്ള അവിശ്വാസം നിങ്ങൾക്ക് ഈ 5 വർഷം സാർ ധൈര്യപൂർവം ഒരു അവിശ്വാസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? എന്തേ നിങ്ങൾ ഈ നിയമസഭയുടെ ഈ ചട്ടം ഉറപ്പു നൽകുന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ പോയത്? അവര് കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തുറന്നു കാട്ടപ്പെടുന്നത് ഭരണപക്ഷമായിരിക്കില്ല, തുറന്നു കാട്ടപ്പെടുന്നത് പ്രതിപക്ഷം മാത്രമായിരിക്കും. സാർ ഇപ്പൊ അദ്ദേഹം ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇപ്പൊ 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണല്ലോ സാർ. ഞങ്ങൾ ഈ നിരന്നിരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, ഞങ്ങളിൽ ആരുടെയെങ്കിലും പേരിൽ ഈ 5 വർഷത്തെ നിയമസഭയിൽ നിങ്ങൾക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുമ്പോ നിങ്ങൾ അധിക്ഷേപിക്കില്ലേ? എന്നാൽ ഈ 5 വർഷം നിങ്ങൾക്ക് ഈ സഭയിൽ ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയി? കാരണം അങ്ങനെ ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒരു കാര്യവും ഈ മന്ത്രിസഭയ്ക്കകത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് സാർ. ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് സാർ ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് പ്രകടന പത്രികയ്ക്കകത്ത് നൽകിയ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടു കൂടിയാണ് സാർ. ഇവിടെ ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി 5 ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തീകരിക്കുന്ന പ്രഖ്യാപനം നടത്തുകയാണ്. നിങ്ങളുടെ വീടുകളല്ല സാർ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വയനാടിന്റെ മുൻ MP, ഇപ്പോ മറ്റൊരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP, പ്രിയങ്ക ഗാന്ധി എന്ന വയനാടിന്റെ MP, 1 രൂപ അവിടത്തെ വയനാട് ദുരന്തത്തിന് നൽകാൻ കഴിഞ്ഞോ? ഇടതുപക്ഷത്തിന് MP മാർ നൽകിയില്ലേ? 1 രൂപ അവര് നൽകിയോ? നിങ്ങൾ പണം നിങ്ങളിവിടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വീടിന് വേണ്ടി പിരിച്ച പണം, ആ പണം എവിടെ പോയി? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പണം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല? അപ്പൊ അങ്ങേയറ്റം നിങ്ങൾക്കെതിരെയാണ് സാർ യഥാർത്ഥത്തിൽ അവിശ്വാസം നിൽക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട വിരുദ്ധവാദപരമായി പെരുമാറുന്ന നശീകരണാത്മകമായ പ്രതിപക്ഷമാണ് ഈ നിയമസഭയ്ക്കകത്തുണ്ടായത് എന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് സാർ ഞങ്ങൾക്കെതിരെ ഈ നിയമസഭയുടെ ചട്ടം അംഗീകാരം നൽകുന്ന ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളായി മാത്രം മാറി.